ജയറാം എത്രയൊക്കെ വിനീതനായാലും മലയാളികൾക്ക് അംഗീകരിക്കാൻ കുറച്ച് മടിയാണ്. പുറമേക്കുള്ള ഭംഗി വാക്കുകൾക്കപ്പുറം ജയറാം ആളുകളോട് ആത്മാർത്ഥതയില്ലാത്ത ആളാണെന്ന് വിമർശകർ പറയുന്നു. പല താരങ്ങളുടെയും ഇമേജിനെ ബാധിക്കാറ് താരജാടയും അഹങ്കാരവുമാണെങ്കിൽ ജയറാമിന്റെ കാര്യത്തിൽ അതിന് കാരണം അമിത വിനയമാണ്. ഇത്രയും വിനയം കാണിക്കുന്നയാളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായം ചില സഹപ്രവർത്തകർക്കില്ല എന്നത് ജയറാമിനെതിരെയുള്ള വാദത്തിന് ആക്കം കൂട്ടുന്നു. ജയറാമിനെ കുറിച്ച് ഫോട്ടോഗ്രാഫർ ചാലു പേയഡ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അയാളുടെ കൂടെ വർഷങ്ങളായി നിന്ന ഒരാളുണ്ട്. ഒരു പടം ചെയ്ത സമയത്താണ് അവൻ്റെ കല്യാണം നടക്കുന്നത്. അവൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ഒരുപാടൊന്നുമില്ലെങ്കിലും 1,00,000 രൂപയെങ്കിലും കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചു. കൊടുത്തത് വെറും 10,000 രൂപ. അതിനേക്കാൾ കൂടുതൽ ആ സെറ്റിൽ നിന്ന് ബാക്കിയുള്ളവർ കൊടുത്തിട്ടുണ്ട്. അന്നൊരു വിഷമമുണ്ടായിരുന്നു. ഇവരൊക്കെ മിനിമം 1,00,000 കൊടുക്കണം. കാരണം ഇവരെ ജീവനെ പോലെ കൊണ്ടു നടക്കുന്നവരാണ്. അവർക്ക് കൊടുക്കുന്നത് നിസ്സാര ശമ്പളമാണ്. അതുകൊണ്ടാണ് ആർട്ടിസ്റ്റുകളുടെയെന്നും കൂടെയെന്നും ഇപ്പോൾ ആരും നിൽക്കാത്തത് എന്നാണ് ശാലു പേയാട് പറഞ്ഞത്. ശാലു പേയാടിന്റെ പരാമർശത്തെ എതിർത്തുകൊണ്ടാണ് ഭൂരിഭാഗം കമന്റുകളും. പണിയെടുത്തതിന് കൂലി കിട്ടിയില്ലേ, പിന്നെ അയാളുടെ എല്ലാത്തിനും പണം കൊടുക്കണോ? 10,000 രൂപ കൊടുത്തത് തന്നെ മാന്യതയാണ്. കൂലി ഇല്ലാതെയാണോ പണി ചെയ്തത്? അങ്ങനെയാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ട്. അയാളെ ക്യാഷ് കണ്ടാണോ ഇവൻ കല്യാണം കഴിക്കാൻ നിന്നത്? പറയാനൊരു നാണം വേണ്ടടേ എന്നിങ്ങനെ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. 2020 സിനിമയിലെ അവസാന സീനിൽ ഇല്ലാതെ പോയതിനെക്കുറിച്ച് ജയറാം കഴിഞ്ഞ ദിവസം ഒരു തമിഴ് അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ട്രോളുകൾക്ക് കാരണമായിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ശാലു പേയാടിന്റെ വാദം. ദീപാവലി ദിനത്തിൽ ചെന്നൈയിൽ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടിയാണ് ആ സീനിൽ അഭിനയിക്കാതിരുന്നതെന്നാണ് ജയറാം പറഞ്ഞത്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ശബരിമലയ്ക്ക് പോകേണ്ടത് കൊണ്ടാണെന്നാണ്. ജോഷി സാർ ആയിരുന്നു ആ ചിത്രത്തിന്റെ സംവിധായകൻ. തൻ്റെ ഷോട്ടുകൾ എടുത്തു കഴിഞ്ഞു. അവസാനം 5 പേരും നടന്നു വരുന്ന ഷോട്ടുണ്ട്. ആ സീനെടുക്കാൻ 2 ദിവസം കഴിയുമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ദീപാവലി ദിനം. ദീപാവലിക്ക് ചെന്നൈയിലെ തൻ്റെ വീട്ടിൽ പോകണമെന്ന് താൻ പറഞ്ഞു. നിനക്ക് ദീപാവലിയാണോ വലുത്, അവസാനം 5 പേരും നടന്നു വരുന്നതാണോ വലുത് എന്ന് ജോഷി സാർ ചോദിച്ചു. ആലോചിച്ച ശേഷം തനിക്ക് ദീപാവലിയാണ് വലുതെന്ന് മറുപടി നൽകി എന്നാണ് ജയറാം തമിഴ് അഭിമുഖത്തിൽ പറഞ്ഞത്. സംസ്ഥാനം മാറിയപ്പോൾ ആഘോഷവും മാറിയല്ലോ എന്നാണ് 2 അഭിമുഖങ്ങളും കണ്ടവരുടെ ചോദ്യം.